പ്രൈസ് ദ ലോർഡ്. അരോമ ടിവിയുടെ എല്ലാ മാന്യ ശ്രോതാക്കൾക്കും വേഗം കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ വന്ദനത്തെയും സ്വാഗതത്തെയും അറിയിക്കുന്നു. അനുഗ്രഹിതവും മനോഹരവുമായ നല്ല നിമിഷങ്ങൾക്കായി, നല്ല ദിവസത്തിനായി കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. വീണ്ടും ഒരുമിച്ച് ഒരു പ്രാവശ്യം കൂടി പ്രേക്ഷകരോടൊപ്പമായിരിക്കുന്നതിൽ ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട്. ഇന്ന് നമ്മൾ ക്ഷണം സ്വീകരിച്ച് നമ്മോടൊപ്പം അനുഗ്രഹിക്കപ്പെട്ട ജീവിതാനുഭവം, ദൈവം നടത്തിയ അത്ഭുതകരമായ വഴികളെയും കുറിച്ച് പങ്കുവയ്ക്കുന്നതിന് ജോയിൻ ചെയ്തിരിക്കുന്ന കർത്താവിന്റെ വിലപ്പെട്ട ദാസൻ പാസ്റ്റർ ശിവകുമാർ അവറുകളാണ്. കർത്താവിന്റെ ദാസനെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. തന്റെ ജീവിതാനുഭവം നമുക്ക് ഏവർക്കും അനുഗ്രഹവും ഫലപ്രദവും ദൈവനാമ മഹത്വത്തിന് കാരണമായി തീരുമാറാകട്ടെ. ശ്രദ്ധയോടെ, പ്രാർത്ഥനയോടെ, സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ ഈ വീഡിയോ കാണുകയും കേൾക്കുകയും ചെയ്യാം. നമ്മളൊരു പ്രാർത്ഥനയുടെ ആയിരിക്കുമ്പോൾ കർത്താവിന്റെ ദാസൻ പാസ്റ്റർ ശിവകുമാറിനെ തികഞ്ഞ സ്നേഹത്തോടും ആദരവോടുകൂടി അരോമാറ്റിയുടെ പ്രേക്ഷകരോടൊപ്പം സമയം ചെലവഴിക്കുന്നതിന് ഞങ്ങൾ സ്വാഗതം ചെയ്തോളൂ. പ്രൈസ് ലോർഡ് ദൈവദാസനെ. കർത്താവിന്റെ ദാസനെ പ്രേക്ഷകരോടൊപ്പം പരിചയപ്പെടുത്തുന്നത് ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട്. ഒന്ന് പരിചയപ്പെടുത്താമോ? എവിടെ നിന്നാണ് ജോയിൻ ചെയ്തിരിക്കുന്നത്? വീട്ടിൽ ആരൊക്കെയുണ്ട്? ഓക്കെ, എൻ്റെ പേര് പാസ്റ്റർ പറഞ്ഞ പോലെ ശിവകുമാർ എന്നാണ്. ഞാൻ തൃശ്ശൂർ ജില്ലയിൽ നിന്നാണ്. എനിക്ക് 2 കുഞ്ഞുങ്ങളുണ്ട്. ഭാര്യ ആൻസി. ഞങ്ങൾ തൃശ്ശൂർ ജില്ലയിൽ ടൗണിൽ തന്നെയാണ് സുവിശേഷകരമായിട്ട് നിൽക്കുന്ന ഐപിസിയുടെ കൺസിലായിരിക്കുന്നു. ഇതൊക്കെയാണ് എന്നെ കുറിച്ചുള്ള വിവരണം. കർത്താവിന്റെ ദാസനെ പരിചയപ്പെടുത്തി വളരെ സന്തോഷമുണ്ട്. കർത്താവ് അനുഗ്രഹിക്കട്ടെ. തുടർന്ന് പ്രേക്ഷകരുമായി പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്ന ജീവിതാനുഭവങ്ങൾ, ദൈവം നടത്തിയ അത്ഭുതകരമായ വഴികൾ, ദൈവനാമ മഹത്വത്തിന് വേണ്ടി തുടർമാനമായി സംസാരിക്കുന്നതിനായിട്ട് സമയം വേർതിരിച്ചു കൊള്ളുന്നു. ഓക്കെ, താങ്ക് യു. നാമത്തിനായി കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല മണിക്കൂറുകൾക്കായി സ്തോത്രം ചെയ്യുന്നു. പ്രാരംഭത്തിൽ പ്രിയ ആരോമ TV പ്രേക്ഷകർക്കും പ്രിയാഭിഷിക്തൻ ദൈവദാസനുള്ള സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. എൻ്റെ പേര് പ്രിയ പാസ്റ്റർ പറഞ്ഞ പോലെ ശിവകുമാർ എന്നാണ്. ഞാൻ ജനിച്ചത് കോയമ്പത്തൂർ ജില്ലയിൽ പൊള്ളാച്ചിയിൽ ഒരു കൊച്ചു ഗ്രാമത്തിലാണ്. അത് ഗ്രാമത്തിന്റെ പേര് സംഗമ്പളയം എന്നാണ്. ഞങ്ങള് അവിടെ ഒരു ചെട്ടിയാർ കുടുംബത്തിലാണ് ജനിച്ച് വളർത്തപ്പെട്ടത്. അങ്ങനെ ഞങ്ങള് തൃശ്ശൂർ, എൻ്റെ പപ്പയ്ക്ക് ബിസിനസ് ആയതുകൊണ്ട് ഞങ്ങള് തൃശ്ശൂർ വന്ന് കുടിയേറി താമസിക്കുകയായിരുന്നു. ഞങ്ങളങ്ങനെ ഇങ്ങനെ മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് എൻ്റെ വിദ്യാഭ്യാസം, ബാല്യകാലമൊക്കെ തുടങ്ങുന്നത്. ആ ബാല്യകാലങ്ങളിൽ ഞാൻ ഓർക്കേണ്ടത് ഇവിടെ ഏറ്റവും വലിയ മുതലാളിയാണ് AC ചുമാർ എന്ന് പറയുന്നത്. അപ്പൊ ഞങ്ങൾ ആ വീടിന്റെ അടുത്ത് വന്ന് ഞങ്ങളൊരു വീട് വാടകയ്ക്ക് എടുത്ത് ഞങ്ങൾ അവിടെ താമസം ഉറപ്പിച്ചു. ഞങ്ങളിങ്ങനെ സന്തോഷമായി മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഞാൻ അന്ന് സ്കൂളിൽ പഠിച്ചത് ഒല്ലൂർ സ്കൂൾ, 7 വരെ ഞാൻ പഠിച്ചത് ഒല്ലൂർ സ്കൂളിലാണ്. അതിനുശേഷം ഞാൻ കുട്ടനെല്ലൂർ സ്കൂളിലാണ് ഞാൻ പഠിച്ചത്. ബാല്യകാലങ്ങളിൽ ഞാൻ ഓർക്കേണ്ട അന്ന് ഇവിടെ ഏറ്റവും വലിയ ധ്യാന കേന്ദ്രം എന്ന് പറഞ്ഞ കോട്ടയാണ്. അപ്പോൾ എനിക്ക് ഒന്ന് രണ്ട് അവസരങ്ങളിലൊക്കെ എനിക്ക് അവിടേക്ക് പോകാനും ധ്യാനം കൂടുവാനും എല്ലാം ദൈവം എന്നെ സഹായിച്ചിട്ടുണ്ട്. അങ്ങനെ യേശുവിനെ പറ്റി ഒരു ചെറിയൊരു കാര്യം മനസ്സിനകത്തുണ്ട്. ഞങ്ങളിങ്ങനെ സന്തോഷത്തോടെ മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. ആ സമയത്ത് എൻ്റെ പിതാവിന്റെ ബിസിനസ് എല്ലാം തകർന്ന് ഞങ്ങൾ എന്ത് ചെയ്യും, എങ്ങനെ മുൻപോട്ട് പോകുമെന്നും അറിയാത്ത സാഹചര്യങ്ങൾ. ഞങ്ങൾ ഓർക്കേണ്ട, ഞങ്ങൾ ചെട്ടിയാർ ഫാമിലി ആയതുകൊണ്ട് ഞങ്ങൾ ഈ ബിസിനസ് ഒക്കെ നന്നാകാൻ വേണ്ടി പല കാര്യങ്ങളൊക്കെ ഞങ്ങൾ ചെയ്യും. ഞങ്ങൾ പോകാത്ത ഇന്ത്യയിൽ തന്നെ ഒരു സ്ഥലം കൂടി ഇല്ല, കേരളത്തിലും അങ്ങനെ പല സ്ഥലങ്ങളിൽ ഞങ്ങൾ പോകും. ഞങ്ങളുടെ കച്ചവടം നന്നാകുവാൻ വേണ്ടി പല സ്ഥലങ്ങളിൽ ഞങ്ങൾ പോകും. പക്ഷെ ഞങ്ങളുടെ ലൈഫിനകത്ത് സന്തോഷമോ സമാധാനമോ കണ്ടെത്തുവാനൊന്നും കഴിഞ്ഞിട്ടില്ലായിരുന്നു. അങ്ങനെ ഞങ്ങൾ എന്ത് ചെയ്യുമെന്ന് അറിയാതെ നിൽക്കുന്ന സമയത്താണ് എന്ത് ചെയ്യുന്നത്, ഒരു അമ്മച്ചി വന്ന് ഞങ്ങളോട് സുവിശേഷം പങ്കിടുന്നത്. ഞാൻ ഓർക്കേണ്ട, ഞാൻ ഒരു ദിവസം ഇങ്ങനെ വിഷമിച്ചിരിക്കുമ്പോഴാണ് ഒരു അമ്മച്ചി വന്നതിനോട് പറയുന്നത്, യേശു നിന്നെ സ്നേഹിക്കുന്നു എന്നൊക്കെ പറയുമ്പോഴും ഞങ്ങളുടെ അകത്ത് സ്വീകരിക്കാൻ ഞങ്ങൾക്ക് മനസ്സിലായിരുന്നു. അപ്പൊ ഞങ്ങൾ മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് എൻ്റെ പിതാവിന്റെ ബിസിനസ് എല്ലാം തകർന്ന് ഞങ്ങൾ ഉള്ളതെല്ലാം വിറ്റുപെറുക്കി ഞങ്ങളുടെ സ്വദേശത്തിലേക്ക്, പൊള്ളാച്ചിയിലേക്ക് ഞങ്ങൾ കടന്നുപോയി. അപ്പോ കടന്നുപോയി അവിടെ ഞങ്ങൾക്ക് ഈ ചെട്ടിയാർ ഫാമിലി ആയതുകൊണ്ട് ഞങ്ങളുടെ പണം, ബിസിനസ് എല്ലാം നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ആരും തറവാട്ടിൽ പോലും ഞങ്ങൾ കേറ്റാൻ അവർ തയ്യാറല്ലായിരുന്നു. ഞങ്ങള് തറവാടിന്റെ അടുത്ത് ഒരു കൊച്ചു വീട് വാടകയ്ക്ക് എടുത്ത് ഞങ്ങളും അവിടെ താമസം ഉറപ്പിച്ചു.
അപ്പോ ഇങ്ങനെ ഭയങ്കരമായിട്ട് വേദനയിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് പിതാവിന് പെട്ടെന്ന് പൈസ ഉണ്ടാക്കാൻ വേണ്ടി ഒരു കാര്യം അദ്ദേഹം ചെയ്തു. അദ്ദേഹം ചെയ്ത് അത് പോലീസ് പിടിച്ചു. അദ്ദേഹം ജയിലിനകത്തായി ഒന്ന് രണ്ട് ആഴ്ചകൾ അതിനകത്ത് കിടന്ന് അപ്പനും കൂട്ടുകാരും കൂടി പുറത്തേക്ക് ചാടി ഏകദേശം ഒന്ന് രണ്ട് പോലീസുകാരുടെ ഒക്കെ അങ്ങനെ ജോലി സസ്പെൻഷനിലായി. ഞാനും എൻ്റെ അമ്മയും ഒരു ദിവസം വാടക വീട്ടിൽ താമസിക്കുകയാണ്. ഒരു മഴ പെയ്യുന്ന രാത്രി എൻ്റെ അമ്മേനെയും എന്നെയും പിടിച്ചു കൊണ്ടുപോയിട്ട് എൻ്റെ കാലിന്റെ അടിയിൽ വലിയ മുളപടി വെച്ച് അടിച്ചു. നിന്റെ അപ്പൻ എവിടെടാ എന്ന് ചോദിച്ചുകൊണ്ട് എൻ്റെ സ്വന്തം 10 മാസം ചുമന്ന പെറ്റ അമ്മയുടെ മുൻപിൽ വെച്ച് എന്നെ മാരകമായിട്ട് മർദ്ദിച്ചു. വാവിട്ട് നിലവിളിക്കാന്നല്ലാതെ മറ്റൊന്നും അറിയത്തില്ലായിരുന്നു. ഞാൻ എൻ്റെ മുൻപിൽ വെച്ചും എൻ്റെ അമ്മയെ മാരകമായിട്ട് മർദ്ദിച്ചു. അത് ഞാൻ ഓർക്കേണ്ട. ഞാൻ എൻ്റെ അമ്മയോട് ചോദിച്ചൊരു കാര്യമുണ്ട്, നമ്മൾ എന്തുകൊണ്ടാണ് നമ്മളിങ്ങനെ തകർന്നു പോയത്, എന്തുകൊണ്ടാണ് നമ്മളിങ്ങനെ ഉടഞ്ഞു പോയത്? എൻ്റെ അമ്മയുടെ അന്നത്തെ അറിവനുസരിച്ച് എന്നോട് പറഞ്ഞ കാര്യം എന്ന് പറഞ്ഞത്, നമുക്ക് കൊലദൈവമുണ്ട്. ആ കൊലദൈവത്തിന് നമ്മുടെ ദേഷ്യം ഉള്ളത് കൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്. ഞങ്ങൾ അന്ന് രാത്രി സകല കൊലദൈവത്തെ ഞങ്ങൾ വിളിച്ചു. ആരും ഒരു സഹായം പോലുമായിട്ട് ആരും വന്നില്ല. ഞാൻ ഓർക്കേണ്ട, ആ ജയിലിനകത്ത് രാവിലെ 4 ഇഡലി മേടിച്ചു തരും. ഞങ്ങളത് കഴിച്ചുകൊണ്ട് ചില ദിവസങ്ങൾ അതിനകത്ത് താമസിച്ചു. എൻ്റെ പിതാവ് വരാൻ വേണ്ടി എൻ്റെ അമ്മയെ കേസ് ചാർജ് ചെയ്ത് ജയിലിനകത്താക്കി. എന്നെ പുറത്തേക്ക് വിട്ടു. എൻ്റെ ആ സ്ഥലത്ത്, ആ സ്റ്റേഷനിൽ നിന്ന് എൻ്റെ തറവാട് വരെ ഏകദേശം 15-16 കിലോമീറ്റർ ആണ്. എൻ്റെ കാല് പോലും ചെരുപ്പില്ലാതെ നട്ടുച്ച നേരത്തെ എന്നെ ഇറക്കി വിട്ടപ്പോൾ ഓരോ മരത്തിന്റെ ചുവട്ടിലും നിൽക്കുമ്പോഴും എൻ്റെ കണ്ണിൽ നിന്ന് കണ്ണുനീര് വരുന്നുണ്ട്. സങ്കടമാണോ, ഇനി എങ്ങനെ മുൻപോട്ട് പോകും, ജീവിതത്തിന് അർത്ഥമുണ്ടോ എന്നൊക്കെ പല ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടാണ് ഞാൻ എൻ്റെ തറവാട്ടിലേക്ക് നീങ്ങുന്നത്. ഞാൻ എൻ്റെ തറവാട്ടിലേക്ക് നീങ്ങുമ്പോൾ അവിടെ ദീപാവലി ആഘോഷിക്കുകയാണ്. തമിഴ്നാട്ടിൽ നല്ലൊരു ആഘോഷമാണ് ദീപാവലി. അവർ നല്ല വസ്ത്രം ധരിച്ച് നല്ല ആഹാരം കഴിച്ച് അവർ ദീപാവലി ആഘോഷിക്കുമ്പോൾ ഞാൻ അവിടെ ചെന്നപ്പോൾ അവർ നീ ഇവിടെ വരണ്ട, നീ ഇവിടെ വന്നു കഴിഞ്ഞാൽ പോലീസ് വരുമെന്ന് പറഞ്ഞ് എന്നെ അവിടെ നിന്ന് ആട്ടി ഇറക്കി വിട്ടു. ആ തകർന്ന മനസ്സോടുകൂടെ എന്ത് ചെയ്യുന്നറിയാതെ ഇങ്ങനെ ഞാൻ അവിടെ ഒരു മിഠായി കമ്പനിയുണ്ട്, ഞാൻ അവിടെ നിന്ന് ചോദിച്ചു ജോലിയുണ്ടോ? പറഞ്ഞു ആഹാരം മാത്രം തരാം, ജോലിക്ക് ചേർന്നോളാൻ പറഞ്ഞു. രാവിലെ മുതൽ വൈകിട്ട് വരെ ഭയങ്കര അധ്വാനമാണ്, അവർ ആഹാരം മാത്രം തരും. അങ്ങനെ ഇരിക്കുമ്പോഴാണ് എൻ്റെ ജീവിതം ഞാൻ അവസാനിപ്പിക്കാം. എൻ്റെ കൂടെ അപ്പനില്ല, അമ്മയില്ല, ബന്ധുക്കളില്ല, ചർച്ചക്കാരില്ല, ആരുമില്ല. അപ്പൊ തമിഴ്നാട്ടിൽ പാൾട്ടായർ എന്നൊരു വേഷം ലഭിക്കും. ഞാനത് മേടിച്ച് വെച്ചിരിക്കുകയാണ്. അത് ഇന്ന് രാത്രി ജീവിതം അവസാനിപ്പിക്കാം എന്ന് പറഞ്ഞ് ഞാനിങ്ങനെ കഴിക്കൽ നീക്കുകയാണ്. അപ്പോഴാണ് അതിന് കഴിക്കുന്നതിന് മുൻപ് ഒരു ശബ്ദം ഞാൻ കേൾക്കുന്നത്, ഭയപ്പെടേണ്ട, ഞാൻ നിന്റെ കൂടെയുണ്ട്. ഇത് ഒരു ഭയങ്കരമായിട്ട് ആവർത്തിച്ച് എൻ്റെ ജീവിതത്തിനകത്ത് ഞാൻ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുക. അപ്പൊ എനിക്ക് മനസ്സിലായി, ആരോ എന്നെ പിന്തുടരുന്നുണ്ട്, ആരോ എനിക്ക് വേണ്ടി സംസാരിക്കുന്നുണ്ട്. ഈ വാക്ക് എൻ്റെ അകത്ത് ഇടിച്ചങ്ങോട്ട് കയറി. അപ്പൊ ഞാൻ അതിൽ നിന്ന് പിന്മാറി ഞാൻ പിന്നെയും ആ ജോലിയിൽ തുടർന്നു. 1-2 ആഴ്ചകൾ കഴിഞ്ഞപ്പോൾ എൻ്റെ അമ്മേനെ പുറത്തു വിട്ട് ഞങ്ങൾക്ക് അന്ന് അറിയാവുന്ന ദേശം എന്ന് പറയുന്ന തൃശ്ശൂർ ജില്ല മാത്രമേ ഉള്ളൂ. ഞാൻ ഓർക്കണ്ട, അന്ന് ഒരു ചാക്കിനകത്ത് 2 കാലവും 2 പ്ലേറ്റും കെട്ടി NTP ബസ്സിനകത്ത് വണ്ടിക്കൂലിക്ക് പോലും പൈസ ഇല്ലാതെ അപ്പുറത്തൊക്കെ ചോദിച്ച് ഞങ്ങൾ ആ പൈസയുമായിട്ട് ടൗണിൽ വന്നിറങ്ങി. എങ്ങോട്ട് പോകണമെന്ന് അറിയത്തില്ല, ആരാ വിളിക്കേണ്ടതെന്ന് അറിയത്തില്ല. അപ്പൊ ഇരിക്കുമ്പോഴാണ് ഒരാൾ പറഞ്ഞു, ഇവിടെ ഒരു ഓട്ട് കമ്പനിയിൽ ആളെ ആവശ്യമുണ്ട്, നിങ്ങൾ അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ജോലി കിട്ടുമെന്ന് അവർ പറഞ്ഞു. ഞങ്ങൾ ഉടനെ കുട്ടനെല്ലൂരുള്ള കേരള ഓട്ട് കമ്പനിയിൽ വന്ന് ജോലി ചോദിച്ചപ്പോൾ മോനെ പറ്റത്തില്ല, നിങ്ങൾക്ക് ജോലി തരാമെന്നുള്ള ഒരു ചെറിയ റൂം തന്നു. അതിനകത്ത് ഞങ്ങൾ തുടർന്നു. എൻ്റെ വിദ്യാഭ്യാസം എല്ലാം നഷ്ടപ്പെട്ടു. എനിക്ക് പഠിക്കാൻ ഭയങ്കര കൊതിയായിരുന്നു. അമ്മ പറഞ്ഞു, ഞാൻ ജോലിക്ക് പോകാം, നീ വിദ്യാഭ്യാസം തുടർന്ന് പറഞ്ഞു. ഞാനന്ന് ഓർക്കേണ്ട, ഈ കുട്ടനെല്ലൂർ നിന്ന് ഒല്ലൂര് വരെ ബസ്സിന് പോലും പൈസ കൊടുക്കാനില്ലാതെ നടന്ന്
ഞാൻ സ്കൂളിലേക്ക് എത്തിയ ആ നിമിഷങ്ങൾ വയർത്ത് കുളിച്ച് ആണ് ഞാൻ സ്കൂളിലേക്ക് കയറി ചെല്ലുന്നത്. വണ്ടിക്ക് കാശ് കൊടുക്കാൻ പോലും ഇല്ലാത്ത സാഹചര്യങ്ങൾ. അപ്പൊ പെട്ടെന്ന് നല്ല രീതിയിൽ ജീവിച്ചു വന്ന് പെട്ടെന്ന് തകർച്ചയിലേക്ക് പോയപ്പോൾ ഒരു മനുഷ്യൻ സഹായിക്കാനില്ല, സകലരോടും വെറുപ്പും ബന്ധുക്കാരോട് കയ്പും ഭയങ്കരമായിട്ട് അവിടെ വിഷമം തോന്നിയ ആ നിമിഷങ്ങൾ ഞങ്ങൾ ഇങ്ങനെ മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇപ്പോഴാണ് ഞങ്ങള് ഒരു ദിവസം രാവിലെ ഞാൻ വാതിൽ തുറന്നു നോക്കിയപ്പോൾ ഒരു ചട്ടയും മുണ്ടും ധരിച്ച ഒരു അമ്മച്ചി നിൽക്കുന്നു. അമ്മച്ചിയുടെ പേര് റോസ്ലി എന്നാണ്. ആ റോസ്ലി അമ്മച്ചി വന്നിട്ട് പറയുകയാണ്, യേശു നിന്നെ സ്നേഹിക്കുന്നു, നിന്റെ പേര് ശിവകുമാറെന്നാണ്, നീ ഇന്ന സാഹചര്യത്തിലുള്ള കടന്നു പോയെന്ന് കഴിഞ്ഞ രാത്രി കൊർന്നലിസിനോട് ദൈവം പറഞ്ഞ പോലെ കഴിഞ്ഞ രാത്രിയിൽ എന്നോട് കർത്താവ് സംസാരിച്ചിരിക്കുകയാണ്. അടുത്ത വേട് ഇങ്ങനെയാണ് പറഞ്ഞത്, യേശു നിന്നെ സ്നേഹിക്കുന്നു, യേശു നിന്നെ വിടിവിക്കാൻ ആഗ്രഹിക്കുന്നു എന്നാണ് പ്രിയ അമ്മച്ചിയോട് പറഞ്ഞത്. ഇതുവരെയും ആരും പറയാത്തൊരു കാര്യം, നിന്നെ യേശു സഹായിക്കാൻ വേണ്ടി പോകുകയാണ്, യേശു നിന്നെ വിടിവിക്കാൻ വേണ്ടി പോകുകയാണ്. എന്റെ തകർച്ചയിലോ കഷ്ടതയിലോ വേദനയിലോ ഒരു മനുഷ്യൻ സഹായിക്കാനോ ഒരു ആശ്വാസ വാക്കുപോലും ആരുമില്ലാതിരിക്കുമ്പോൾ യേശു എന്നെ കണ്ടു എന്നുള്ളതാണ് ഏറ്റവും അത്ഭുതകരമായ നിമിഷം എന്ന് പറയുന്നത്. പ്രിയമ്മച്ച് പറഞ്ഞു, നിന്നെ യേശു വിടിവിക്കാൻ ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് നാളെ ആരാധനയാണ്. പടവരാടുള്ള IPC സഭയ്ക്കകത്ത് ആരാധനയ്ക്കായിട്ട് ഞാൻ നിന്നെ ക്ഷണിക്കുന്നു. എന്താ പെന്തിക്കോസ് എന്നറിയത്തില്ല, എന്താ ആരാധന എന്നറിയത്തില്ല, എന്താ പറയുക, ഒന്നും അറിയത്തില്ലാതെ ഞാൻ പടവരാട് IPCയിലേക്ക് സഭയിലേക്ക് നടന്നീങ്ങുമ്പോൾ ആ മുറ്റത്ത് എത്തിയപ്പോൾ തന്നെ എനിക്കറിയാം ആളുകൾ പാട്ട് പാടുന്നുണ്ട്, ഡ്രം അടിക്കുന്നുണ്ട്, ആളുകൾ എന്തോ ഭാഷകൾ പറയുന്നു, എനിക്കൊന്നും മനസ്സിലായില്ല. പക്ഷെ ഞാൻ അതിനകത്ത് ആ ഹോളിനകത്ത് ചെന്നിരുന്ന് ആ നിമിഷം മുതൽ ഞാൻ എൻ്റെ കൊണ്ടുനടന്ന ഭാരം, എന്റെ വേദനകൾ ആരോ എന്ന് ഭയങ്കരമായിട്ട് എടുത്തു മാറ്റുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യാൻ അനുഭവിച്ചു. എനിക്ക് മനസ്സിലായി ദൈവം ഇന്നും ജീവിക്കുന്നു. അവിടെ പ്രസംഗിക്കുന്ന ദേവദാസൻ പറയുന്നു, നിന്റെ യേശു നിന്നെ വിടിവിക്കാൻ വേണ്ടി പോകുകയാണ്, യേശു നിന്നെ സഹായിക്കാൻ വേണ്ടി പോകുകയാണെന്നൊക്കെ പറയുമ്പോൾ ഞാൻ ആ വചനത്തെ അതേപടി സ്വീകരിക്കുകയാണ്. കാരണം വിശപ്പുള്ളവന്റെ വിശപ്പിന്റെ വില അറിയത്തുള്ളൂ. ഹല്ലേലൂയ. എന്റെ ലൈഫിനകത്ത് തിരിഞ്ഞ മണിക്കൂറുകളായിരുന്നു. ഞാൻ ആരാധന കഴിഞ്ഞിട്ട് എല്ലാവരും വീട്ടിലേക്ക് പോയപ്പോഴും ഞാൻ പറഞ്ഞു, എനിക്ക് ഇവിടെ ഹോളിനകത്തിരിക്കണം, എനിക്ക് ഹോളിനകത്തിരിക്കണം. 1 മണിയാകുമ്പോൾ പാസ്റ്റർക്ക് ഹോള് കൂട്ടി വീട്ടിലേക്ക് പോകണം. പാസ്റ്റർ എന്നോട് കൂടെ ചില മണിക്കൂറുകൾ കൂടിയിരുന്നു. ഹോളിനകത്തിരുന്ന് ഞാൻ കരയുകയാണോ, ഞാൻ നിലവിളിക്കുകയാണോ എനിക്കറിയത്തില്ല. എന്റെ മേൽ എന്തോ ഒരു ശക്തി ഇറങ്ങുന്ന പോലെ, ഭയങ്കരമായിട്ട് ഫ്രീ അനുഭവിക്കുന്ന പോലെ, അപ്പുറത്ത് മാറിയിരുന്ന് അമ്മയും കരയുന്നു. അങ്ങനെയുള്ള അനുഗ്രഹിക്കപ്പെട്ട നിമിഷങ്ങൾ എനിക്ക് അന്ന് മനസ്സിലായത്, യേശു ജീവിക്കുന്നു, എന്നെ സ്നേഹിക്കുന്നു. ആരും ഈ ലോകത്തിൽ ചാർച്ചക്കാരോ ബന്ധുക്കളോ ആരും കണ്ടില്ലെങ്കിലും യേശു എന്നെ സ്നേഹിക്കുന്നു എന്ന് എനിക്ക് മനസ്സിലാക്കുവാൻ ദൈവം സഹായിച്ചു. പ്രിയരെ, ഹല്ലേലൂയ. എന്റെ ലൈഫിനകത്ത് തിരിഞ്ഞ മണിക്കൂറുകളിൽ കർത്താവിനെ സ്തോത്രം ചെയ്യുകയാണ്. ഹല്ലേലൂയ. ഞങ്ങള് സന്തോഷത്തോടെ വീട്ടിലേക്ക് ഞങ്ങൾ മടങ്ങി വന്ന് ചില ആഴ്ചകൾ ഞങ്ങൾ ആരാധനയ്ക്കും പ്രാർത്ഥനയ്ക്കും എല്ലാം കടന്നു പോകുന്നുണ്ട്. എന്റെ പിതാവ് ഒളിവിലാണെങ്കിലും ഞങ്ങൾ ചില ദിവസങ്ങൾ ആഴ്ചകൾ കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ അടുക്കിലേക്ക് വന്നിട്ട് പറഞ്ഞു, പെട്ടെന്ന് നമ്മുടെ വീട്ടിനകത്തൊരു പൂജ കഴിക്കണം. അപ്പൊ അതിനുള്ള കാര്യങ്ങളൊക്കെ ഞാൻ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇന്ന പേര് പറഞ്ഞയാള് അദ്ദേഹം വീട്ടിൽ വരും, നമുക്ക് ഒരു റൂമിൽ തയ്യാറാക്കി ആ പൂജ കഴിക്കണമെന്ന് പറഞ്ഞു. അപ്പൊ ഞങ്ങൾ പറഞ്ഞു, കർത്താവെ, ഞങ്ങൾ ദൈവത്തോട് പറഞ്ഞു, കർത്താവെ, ഞങ്ങൾ കണ്ട ദൈവം സത്യ ദൈവമാണെങ്കിൽ അദ്ദേഹം ഇതിനകത്ത് കാൽ ചവിട്ടാൻ പാടില്ലെന്ന് പറഞ്ഞു. അന്ന് പ്രാർത്ഥിക്കാനൊന്നും അറിയത്തില്ല, സ്വർഗീയ പിതാവെ ഒന്ന് വിളിക്കാനൊന്നും അറിയത്തില്ല. ഞങ്ങൾക്ക് 2 പദമേ അറിയത്തുള്ളൂ. യേശുവേ ഞങ്ങളെ രക്ഷിക്കണമേ, യേശുവേ ഞങ്ങളെ സഹായിക്കണമേ, നീയല്ലാതെ മറ്റാരുമില്ലെന്ന് ഞങ്ങള് 8 മണിക്ക് തുടങ്ങിയ പ്രാർത്ഥനകൾ ഞങ്ങൾ ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അന്ന് രാവിലെ ഞങ്ങൾ കേൾക്കുന്ന വാർത്ത ഇതാണ്, അദ്ദേഹം തമിഴ്നാട്ടിൽ നിന്ന് വരുന്ന വഴിക്ക്
പട്ടിക്കാട് വെച്ച് ഒരു ആക്സിഡന്റ് ഉണ്ടായി. അദ്ദേഹത്തിന്റെ കാൽ ഒടിഞ്ഞു പോയി എന്ന്. ഹല്ലേലൂയ. പ്രിയരെ, എനിക്ക് കാര്യം മനസ്സിലായി. ഏത് സാധാരണക്കാരന്റെയും പ്രാർത്ഥന ദൈവം അതേപടി ഒപ്പിയെടുക്കുന്നു എന്നുള്ളത്. നമ്മുടെ പ്രാർത്ഥനകൾക്ക് നമ്മുടെ പാരമ്പര്യമോ നമ്മുടെ വിദ്യാഭ്യാസം ഒന്നുമല്ല. ഏത് സാധാരണക്കാരന്റെയും പ്രാർത്ഥന ദൈവം കേൾക്കുന്നു എന്ന് എനിക്ക് മനസ്സിലായി. അതുകൊണ്ടാണ് ബൈബിൾ പറയുന്നത്, തകർന്നും നുറുങ്ങിയിരിക്കുന്ന ഹൃദയത്തെ അവൻ നിഷേധിക്കത്തില്ല. ഹല്ലേലൂയ. ആമേൻ. ഞങ്ങൾ എങ്ങനെ സന്തോഷത്തോടെ പോയിക്കൊണ്ടിരിക്കുന്ന മണിക്കൂറുകളിലാണ് എന്റെ പിതാവ് ഒരു റൂമിനകത്ത് ഒരു ഫോട്ടോ വെച്ചിട്ട് പറഞ്ഞു, ഇതിനകത്ത് എല്ലാ ചൊവ്വാഴ്ചയും എല്ലാ വെള്ളിയാഴ്ചയും മുല്ലപ്പൂവിട്ട് അതിനകത്ത് നീ കാര്യങ്ങൾ ചെയ്യണം, അതിന് ഉത്തരവാദിത്വം നീയാണ് ഏറ്റെടുക്കണം. നമ്മളിങ്ങനെ തകർന്നു പോകാനുള്ള കാരണം എന്ന് പറഞ്ഞ് ഇതൊക്കെയാണ് അദ്ദേഹം അക്കമിട്ട് നിരത്തി വെച്ചിട്ട് പറയുകയാണ്, ഇങ്ങനെയാണ് നമ്മൾ കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് നഷ്ടപ്പെട്ടു പോയ സമ്പത്ത് തിരികെ നമുക്ക് പിടിക്കാം, നമുക്ക് നഷ്ടപ്പെട്ടു പോയ എല്ലാം തിരികെ നമുക്ക് കൊണ്ടുവരാം എന്ന് പറഞ്ഞ് അദ്ദേഹം ഒരു കാര്യങ്ങളൊക്കെ ചെയ്ത് അതിനകത്ത് പൂജ കഴിക്കണമെന്ന് പറഞ്ഞ് എന്നെ ഉത്തരവാദിത്തോടെ ആക്കി. പക്ഷെ ഞാൻ അതിനെ സമ്മതിച്ചില്ല. പ്രിയരെ, ഹല്ലേലൂയ. ഞാൻ ഓർക്കുന്നുണ്ട്, പടവരാട് എന്നെ ആ ടൗണിലിട്ട് ഓടിച്ചിട്ട് മർദ്ദിക്കുമായിരുന്നു. എന്നെ ഓടിച്ചിട്ട് മർദ്ദിച്ചു. എന്റെ എന്താ പറയാ, ദേഹമെല്ലാം പൊട്ടലുകളൊക്കെ ഏൽപ്പിച്ചിട്ടുണ്ട്. പക്ഷെ ഈ സത്യദൈവത്തെ വിട്ടുമാറുവാൻ ദൈവം എനിക്ക് അനുവദിച്ചിട്ടില്ല. ഹല്ലേലൂയ. ഓരോ അടിക്കുമ്പോഴും യേശുവേ യേശുവേ എന്ന് ഞാൻ വിളിക്കും. അദ്ദേഹം കഴിക്കുമ്പോൾ ഇട്ടേച്ചു പോകും. ആ മണിക്കൂറുകൾ എന്നൊക്കെ പറയുന്നത് പ്രിയരെ, ദിവസങ്ങളൊക്കെ എന്ന് പറയുന്നത് എൻ്റെ അമ്മയും ഞാനൊക്കെ പോയ തീയിലൂടെയാണ് കടന്നുപോയത്. ആരുമില്ല സഹായിക്കാനായിട്ട്, ഒരു ആശ്വാസം. കുറെ ദൈവമക്കളുണ്ട്, അവർ വന്ന് പ്രാർത്ഥിക്കും, ആശ്വാസത്തിന്റെ വാക്ക് പറയും. ഇങ്ങനെ അവർ സന്തോഷത്തോടെ പോയ ആ നിമിഷങ്ങൾ. ഇങ്ങനെ ഞങ്ങള് ദൈവകൃപയിൽ ആശ്രയിച്ച് ഞങ്ങളിങ്ങനെ സ്ഥാനപ്പെടുവാൻ പിച്ചി മാഷിന്റെ തൃശ്ശൂരിലെ പിച്ചി മാഷിന്റെ കീഴിലാണ് ഞങ്ങള് സ്ഥാനപ്പെട്ട കാര്യം പറഞ്ഞപ്പോൾ അദ്ദേഹം വന്നു, നീ നസ്രാണിയായി ക്രിസ്ത്യാനികൾ ദൈവത്തെ സേവിക്കാൻ പോയി എന്ന് പറഞ്ഞിട്ട് ഭയങ്കര ബഹളമായിരുന്നു. വീട്ടിലെ പാത്രങ്ങൾ എടുത്തെറിയുന്നു, വീട് പൊളിക്കാൻ ശ്രമിക്കുന്നു, അങ്ങനെ ഭയങ്കരമായിട്ട് പ്രതിസന്ധി. അപ്പൊ നാട്ടുകാരെല്ലാം പറഞ്ഞു, നിനക്ക് നിന്റെ ഈ വിശ്വാസത്തെ തള്ളി പറഞ്ഞിട്ട് നിനക്ക് നിന്റെ അപ്പൻ പറയുന്ന അവിശ്വാസത്തിലേക്ക് ഉറച്ചു നിന്നോട്, നിനക്ക് സമാധാനം കിട്ടും, നിനക്ക് സന്തോഷം കിട്ടും എന്നൊക്കെ പറഞ്ഞപ്പോഴും ഞാൻ ആ വേദപുസ്തകത്തെ ചങ്കോടി ചേർത്ത് പിടിച്ചിട്ട് പറഞ്ഞു, ഈ ദൈവമാണ് എന്റെ ദൈവം, അവൻ എന്നെ ജീവ അവസാനം വരെയും എന്നെ വഴി നടത്തുമെന്ന് ഞാൻ പറഞ്ഞ് ആ പീഡനത്തിലും ആ പ്രതിസന്ധിക്കകത്തും ദൈവത്തെ വിട്ടില്ല. പ്രിയരെ, ദൈവത്തെ മുറുകെ പിടിച്ചു. എവിടെയെല്ലാം പ്രാർത്ഥനയുണ്ടോ ഒരു ലജ്ജയും കൂടാതെ, ഇവിടെയുള്ള ചെറുപ്പക്കാർ മുഴുവനും ഞാൻ ബൈബിള് കൊണ്ട് നടക്കുമ്പോൾ ചെറുപ്പക്കാരെല്ലാം കളിയാക്കും, പെന്തിക്കോസിൽ ചേരണം, കപ്പയും മീനും തിന്നണം എന്നൊക്കെ പറഞ്ഞ് കളിയാക്കുമ്പോഴും ഞാൻ വേദപുസ്തകത്തെ പരസ്യമായിട്ട് ഞാൻ കൊണ്ടുപോകുമായിരുന്നു. പരസ്യമായിട്ട് പ്രാർത്ഥനകൾക്കും കൺവെൻഷനുകളെല്ലാം ഞാൻ കൊണ്ടുപോയി ദൈവത്തെ മഹത്വീകരിക്കും. എനിക്ക് അഭിഷേകം പ്രാപിക്കണമെന്ന് ഭയങ്കര കൊതിയാണ്. എവിടെ മീറ്റിംഗ് കൂടി ഞാൻ ഓടിച്ചെല്ലും. അങ്ങനെ ഞാനൊരു മീറ്റിങ്ങിന് കടന്നുപോയപ്പോൾ അവിടെ വെച്ച് എൻ്റെ മേൽ കർത്താവ് പരിശുദ്ധാത്മാവൻ എൻ്റെ മേൽ പകർന്നു. ഹല്ലേലൂയ. ആ നിമിഷം, അനുഗ്രഹിക്കപ്പെട്ട നിമിഷങ്ങളൊക്കെ ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുകയാണ്. എനിക്ക് ബൈബിളിൽ പഠിക്കാനായിട്ട് ഭയങ്കര ആഗ്രഹമായിരുന്നു. അപ്പോ ബൈബിൾ പഠിക്കാൻ ഭയങ്കരമായ ആഗ്രഹമുള്ളത് കൊണ്ട് എൻ്റെ പിതാവ് പറഞ്ഞു, ഞാന് 5 പൈസ നിനക്ക് തരത്തില്ല. ഞാൻ ഓർക്കണ്ട്, തൃശ്ശൂർ എന്ന് മിസ്പ ബൈബിൾ കോളേജിലാണ് ഞാൻ പഠിച്ചത്. ഞാൻ കടന്നു പോകുമ്പോൾ അഡ്മിഷൻ എല്ലാം ക്ലോസ് ചെയ്തു. പറഞ്ഞു, നിലത്ത് കിടന്ന് പഠിക്കാമെങ്കിൽ പഠിച്ചോ. അപ്പൊ എന്റെ കയ്യിൽ ഒറ്റ ഷീറ്റേ ഉള്ളൂ. ഞാൻ പറഞ്ഞ നിലത്തെങ്കിൽ നിലത്ത്. ഞാൻ ഓർക്കണ്ട്, ഞാനത് രാത്രി അത് വിരിച്ചിടും. ഹല്ലേലൂയ. വിരിച്ചു കിടന്നുറങ്ങും. ഹല്ലേലൂയ. അതൊരു കീറപ്പായ എന്റെ കയ്യിൽ കിട്ടി. ഞാനത് പിറ്റേ ദിവസങ്ങളൊക്കെ ഞാനത് വിരിച്ച് അത് കിടക്കും. അപ്പൊ ഞാൻ ആ നിമിഷങ്ങളൊക്കെ എന്ന് പറഞ്ഞത്, എനിക്ക് വെളിച്ചെണ്ണ വേണം, സോപ്പ് വേണം, ഇത് ആശ്രയിക്കാൻ പറയാൻ ആരുമില്ല. ഞാൻ ആ പ്രാർത്ഥനാ റൂമിൽ ചെന്ന് കരയും, കർത്താവെ എനിക്ക് ഇന്ന ആവശ്യങ്ങളൊക്കെയുണ്ട്. ഞാൻ ഓർക്കണ്ട, തിരുവനന്തപുരത്തു നിന്നും കണ്ണൂരിലേക്ക് പോകുന്ന ഒരു മനുഷ്യൻ തൃശ്ശൂർ ടൗണിനകത്ത് ഇറങ്ങിയിട്ട് എന്റെ പേര് അദ്ദേഹത്തിന് വെളിപ്പെടുത്തി കൊടുത്ത് എനിക്കുള്ളത് എല്ലാം അദ്ദേഹം മേടിച്ച് തന്നിട്ട് പോയ ആ നിമിഷങ്ങൾ
അതുകൊണ്ട് ഭക്തൻ പറഞ്ഞത്, യഹോവ നല്ലവനെന്ന് ടേസ്റ്റ് ചെയ്ത് ഞാൻ രുചിച്ചറിയുവാൻ കർത്താവ് എനിക്ക് സഹായിച്ചിട്ടുണ്ട്. ആ നിമിഷങ്ങൾ എന്നൊക്കെ പറയുന്ന പ്രിയരെ, എന്നെ അറിയാൻ ആരുമില്ല, എന്നെ മനസ്സിലാക്കാൻ ആരുമില്ല എന്നൊക്കെ പറഞ്ഞ് ഞാൻ ദൈവത്തോട് കരയുമ്പോഴും സ്വർഗത്തിലെ ദൈവം ഒരു മനുഷ്യനെ കൊണ്ടുവന്ന് എനിക്ക് സകല കാര്യങ്ങളും മേടിച്ചു തന്നിട്ട് അദ്ദേഹം പോയി. ഞാൻ ഇന്ന് എവിടെ പോയാലും അദ്ദേഹത്തിന്റെ മുഖത്തെ ഒന്ന് കാണാനായിട്ട് ഞാൻ ആഗ്രഹിച്ചു. പക്ഷെ ഞാൻ ഇതുവരെയും കണ്ടിട്ടില്ല. ഞാൻ വിശ്വസിക്കുന്നു എനിക്ക് വേണ്ടി സ്വർഗത്തിലെ ദൂതനെ കർത്താവ് അയച്ചതാണ്. ഹല്ലേലൂയ. ഒരു ഭക്തന് വേണ്ടി കർത്താവ് ഒരു ദൂതനെ അയക്കണമെങ്കിൽ നിശ്ചയമായിട്ടും അയച്ചിരിക്കും. നിങ്ങൾ ദൈവസന്നിധിയിൽ വിശ്വസ്തയോടുകൂടെ നിന്നാൽ ദൈവം നിങ്ങൾക്ക് വേണ്ടി സ്വർഗം തുറന്ന് നിങ്ങളുടെ മേൽ കർത്താവ് അത്ഭുതങ്ങളെ കർത്താവ് ചെയ്തിരിക്കും. ഹല്ലേലൂയ. ഞാൻ ഓർക്കുന്നുണ്ട് പ്രിയരെ, ഗ്രാജുവേഷന്റെ സമയമായി. എല്ലാവരും പുതിയ ഡ്രസ് ഇട്ട്, പുതിയ ഷർട്ട് ഇട്ട്, പാന്റ് ഇട്ടൊക്കെ ഗ്രാജുവേഷൻ ചെയ്യാൻ ഒരുങ്ങി നിൽക്കുമ്പോൾ എന്റെ ലൈഫിനകത്ത് മേടിച്ചു തരാൻ ആരുമില്ല. ഞാനിങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഞാനിങ്ങനെ പ്രസംഗിച്ച് കേട്ടിട്ടുണ്ട്, തക്ക സമയത്ത് കാക്ക വരും, ഏലിയാവിനെ പോറ്റിയ ഒരു ദൈവമുണ്ട് എന്നൊക്കെ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. ഞാൻ ഇങ്ങനെ 8 മണിയായി, 10 മണിക്കാണ് ഗ്രാജുവേഷൻ, 8:30 ഞാൻ ആ ഗേറ്റിന്റെ അവിടെ നിൽക്കുകയാണ്. പുറത്ത് എല്ലാവരും പുതിയ ഡ്രസ് ഇട്ട് ഗ്രാജുവേഷൻ ചെയ്യാൻ ഒരുങ്ങി നിൽക്കുമ്പോൾ എനിക്ക് ഷർട്ടും ഇല്ല, പാന്റും. ഞാൻ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. അപ്പോഴാണ് ഒരാള് എൻ്റെ അടുത്ത് വന്ന് പറയുന്നത്, മോനെ, എനിക്ക് ഒരാള് വെള്ള ഷർട്ടും കറുത്ത പാന്റും തന്നിട്ടുണ്ട്, അതുകൊണ്ട് നീ ഇത് ഇട്ട് നോക്കണം, ഇത് എന്റെ അമ്മായിയമ്മയും തന്നതാണ് എന്ന് പറഞ്ഞ് അദ്ദേഹം എനിക്ക് തന്ന് ഞാൻ അകത്ത് ചെന്ന് ഇട്ട് നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലായത് പ്രിയരെ, എനിക്ക് തച്ച മാതിരി എന്റെ അളവ് വരെ കൃത്യമായി എനിക്ക് കാര്യം മനസ്സിലായത്, എന്റെ അളവ് വരെ കർത്താവിന് കൃത്യമാണ്. ഹല്ലേലൂയ. ദൈവം എന്നെ കാണുന്നുണ്ട്, ദൈവം എനിക്ക് വേണ്ടി അത്ഭുതങ്ങൾ ചെയ്യുന്നുണ്ടെന്ന് കുറെ കൂടി അനുഭവിക്കുവാൻ കർത്താവ് എനിക്ക് ഭാഗ്യം തന്നിട്ടുണ്ട്. ഹല്ലേലൂയ. എന്റെ ലൈഫിനകത്ത് ദൈവം നടത്തിയ വഴികളാണ് ഓരോ ചുവടുകളും എന്ന് പറയുന്നത്. ഓരോ വിശ്വാസ ജീവിതത്തിൽ ഇറങ്ങിയിട്ട് ഇങ്ങനെ പ്രകാരം ബൈബിൾ യാദൃശികമായിട്ട് കർത്താവ് ചില കാര്യങ്ങളുണ്ട്. എന്റെ ലൈഫിനകത്ത് സ്വർഗം എന്റെ കൂടെ നടക്കുന്ന അനുഭവങ്ങളായിരുന്നു. എനിക്ക് ഒരു മുട്ടുസൂചി വേണമെന്ന് പറഞ്ഞാലും കർത്താവ് ഞാൻ ആഗ്രഹിച്ചാൽ, കർത്താവിന് ചോദിച്ചാൽ അത് എന്റെ കയ്യിലേക്ക് തരുന്ന നിമിഷങ്ങൾക്കാണ് ഞാൻ കർത്താവിന് നന്ദി പറയുന്നു. വഴിക്കോളന്ന് ഞാൻ പഠനം പൂർത്തീകരിച്ച് പുറത്തേക്ക് ഇറങ്ങി. അപ്പോൾ എനിക്ക് കൂടുതലായിട്ട് പഠിക്കണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഞാൻ തിരുവല്ലയിൽ കുറച്ചും കൂടി നല്ല രീതിയിൽ പഠിക്കണമെന്ന് പറഞ്ഞ് ഞാൻ മറ്റൊരു കോളേജിലേക്ക് കടന്നു ചെന്നപ്പോഴും എനിക്ക് സാഹചര്യങ്ങളൊക്കെ ഇങ്ങനെയാ. ദൈവം നടത്തുന്ന ഓരോ വഴികൾക്കായി സ്തോത്രം ചെയ്യുന്നു. ഞാൻ ആ വഴിക്കോളേജ് കടന്നു ചെന്ന് എനിക്ക് അനുഗ്രഹിക്കപ്പെട്ട നിമിഷങ്ങളായിരുന്നു. മറ്റൊരു സന്ദർഭമായിരുന്നു, മറ്റൊരു സാഹചര്യമായിരുന്നു. ഞാൻ ഏറ്റവും താണ കുടുംബത്തിൽ നിന്ന് കയറി വന്നപ്പോൾ കുറച്ചും കൂടി സ്റ്റാൻഡേർഡുള്ള അവിടെ കൂടെ പഠിക്കുവാൻ കർത്താവ് സഹായിച്ചു. പ്രിയരെ, അവിടെയും ഇതുപോലെ ആയിരുന്നു. ദൈവം എല്ലാ സമയത്ത് കർത്താവ് തന്നിട്ടുണ്ട്. എന്തില്ല എന്ന് പറഞ്ഞ് ഞാൻ ദൈവത്തോട് ചോദിക്കുമ്പോഴും ഇറക്കി തരുന്ന പോലെ കർത്താവ് തന്നിട്ടുണ്ട്. പ്രിയരെ, അവിടെയും കർത്താവ് എന്ത് ചെയ്തെന്നറിയാമോ? ഒരു സ്ഥലത്തും ലജ്ജിച്ചു പോകാതെ, ആരുടെ മുമ്പിലും തലകുലിക്കാതെ വണ്ണം ദൈവം നടത്തിയിട്ടുണ്ട്. ഹല്ലേലൂയ. ഇന്ന് ഞാൻ ആ അനുഗ്രഹിക്കപ്പെട്ട നിമിഷങ്ങൾ ഞാൻ ഓർക്കുകയാണ്. ഹല്ലേലൂയ. ഫീസ് കൊടുക്കാനൊക്കെ ആളുകൾ ക്യൂ നിൽക്കുമ്പോഴും എന്റെ കർത്താവ് അനുവദിച്ചിട്ടില്ല. ഹല്ലേലൂയ. തമ്പുരാന്റെ വഴികൾക്കാണ് ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. പ്രിയരെ, ഞാൻ അവിടെ നിന്ന് പഠിച്ചു പുറത്തിറങ്ങി. ഞാൻ നോർത്ത് ഇന്ത്യയിൽ കർത്താവിനെ അയച്ചു. ഞാൻ ജയ്പൂര് ഒരു 3 വർഷത്തോളം ഉണ്ടായിരുന്നു. ഞാൻ അവിടെ ഒരു ഗ്രാമങ്ങളിലാണ് സുവിശേഷ വേലയ്ക്കായിട്ട് കർത്താവ് പറഞ്ഞു വിട്ടത്. ജയ്പൂരിൽ ജയ്പൂരിൽ നിന്ന് ഏകദേശം ഒരു 15-16 കിലോമീറ്റർ ഉള്ള ഒരു ഗ്രാമങ്ങളിലാണ് ഞാൻ അവിടെ താമസിച്ചു. അവിടെയും താമസിക്കുമ്പോഴും കർത്താവിന്റെ കരുതലും കർത്താവിന്റെ സ്നേഹമെല്ലാം അനുഭവിച്ചിട്ടുണ്ട്. ഞാൻ ഓർക്കുന്നുണ്ട്, ഞാനും എന്റെ കൂടെയുള്ള നിവാസിമാരെല്ലാം ഗ്രാമങ്ങളിൽ നിന്ന് സുവിശേഷ വേലയുമായിട്ട് ഞങ്ങള് കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ സുവിശേഷ വിരോധികൾ തടഞ്ഞു നിർത്തി ഞങ്ങളുടെ കാറിന്റെ എയറെല്ലാം അഴിച്ചു വിട്ടു. ലൈറ്റ് ഒന്നുമില്ല.
ഞങ്ങള് വാവിട്ട് കുഞ്ഞുങ്ങളെല്ലാം വാവിട്ട് നിലവിളിക്കുകയാണ്. ഞങ്ങൾക്കറിയാം ഈ നിമിഷങ്ങൾ എന്ന് പറയുന്നത് ഭയങ്കര ഭയാനകമാണ്. ഇവരെന്തും ചെയ്യും. ഞങ്ങള് ദൈവത്തോട് പ്രാർത്ഥിക്കാൻ തുടങ്ങി. പ്രിയരെ, ഹല്ലേലൂയ. ഞങ്ങൾക്ക് അറിയത്തില്ല, ഒരു കൈ വന്നിട്ട് ഞങ്ങൾ എടുത്തു കൊണ്ടുപോയിട്ട് പട്ടണത്തിനകത്ത് നിർത്തുന്നത് പോലെ. ഹല്ലേലൂയ. ഒരിക്കലും ഒരു വണ്ടി ആ സമയത്ത് പോകേണ്ട ഒരു ആവശ്യമില്ല. പക്ഷെ ഞങ്ങൾക്കായിട്ട് ഒരു വണ്ടി അവിടെ വരുന്നു, കയറട്ടെ എന്ന് ചോദിക്കുന്നു, ഞങ്ങളെ കയറ്റുന്നു. പെട്ടെന്ന് ഞങ്ങള് എന്ത് ചെയ്യുന്നു? അവിടേക്ക് കയറി ചെല്ലുകയാണ്. ഹല്ലേലൂയ. പ്രിയരെ, ദൈവത്തിന്റെ ആ സ്നേഹത്തിനായി ഞാൻ കർത്താവിന് സ്തോത്രം. എനിക്കൊരു കാര്യം മനസ്സിലായത്, ദൈവത്തിന് വേണ്ടി നിന്നാൽ, കർത്താവിന് വേണ്ടി നിന്നാൽ, നമ്മുടെ ചെറിയ ചെറിയ കാര്യങ്ങൾ പോലും കർത്താവ് നിറവേറ്റി തരുന്നു എന്നുള്ളത് എനിക്ക് മനസ്സിലാക്കാൻ കർത്താവ് കഴിഞ്ഞിട്ടുണ്ട്. പ്രിയരെ, അതുകൊണ്ട് ഈ സാക്ഷ്യം കേൾക്കുന്ന നിങ്ങളുടെ ലൈഫിനകത്ത് ഈ ദൈവം വിശ്വസ്തനാണ്. ദൈവത്തെ നിങ്ങൾക്ക് മുറുകെ പിടിക്കുക. ഏത് സാഹചര്യത്തിനകത്തും ഏത് പ്രതിസന്ധിക്കകത്തും ഈ ദൈവത്തെ നിങ്ങൾ പിടിച്ചാൽ ഈ ദൈവം നിങ്ങൾ ഒരു നാളും കൈവിടത്തില്ല. ഹല്ലേലൂയ. അനുഗ്രഹിക്കപ്പെട്ട ആ നിമിഷങ്ങൾക്കായി ഞാൻ കർത്താവിനെ നന്ദി പറയുന്നു. ഞാൻ ഓർക്കുന്നുണ്ട്, ഞങ്ങള് തിരിച്ച് നാട്ടിലേക്ക് കടന്നു വന്നു. എന്റെ വിവാഹം സംബന്ധിച്ച് ഞങ്ങൾ ഇങ്ങനെ മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് ഞാൻ ഒരു മീറ്റിങ്ങിനായിട്ട് പ്രിയ അനീഷ് പാസ്റ്റർ കൊടുങ്ങല്ലൂർ സഭയിൽ ഇരിക്കുകയാണ്. അപ്പോഴാണ് എന്നെ മീറ്റിങ്ങിനായിട്ട് ഞാൻ വിളിക്കുന്നത്. ഞാൻ അവിടെ കടന്നു ചെന്നു ശുശ്രൂഷ കഴിഞ്ഞ് നിൽക്കുമ്പോൾ പ്രിയ അഭിഷേകത്തിനോട് പറഞ്ഞു, എന്നോട് കർത്താവിന്റെ ആത്മാവ് ഒരു നിയോഗം തരുന്നു അഭിഷേകനെ എന്ന് പറഞ്ഞ് അവിടെ പെങ്ങളുടെ കാര്യങ്ങൾ പറയുകയും, അങ്ങനെ ഞങ്ങള് ചെന്ന് കണ്ടു. ആ വിവാഹം അങ്ങനെ നടന്നു. കർത്താവിന്റെ കൃപയിൽ ഞങ്ങൾ സന്തോഷത്തോടെ മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. ഞങ്ങൾക്ക് ആദ്യത്തെ മോള് ഉണ്ടായി. ഞങ്ങള് ഇവിടെ തൃശ്ശൂര് ഉള്ളപ്പോൾ തന്നെ ഞങ്ങള് പാലക്കാട് ജില്ലയിൽ പട്ടയംപാടം എന്ന സ്ഥലത്ത് IPCയുടെ ബന്ധത്തിൽ ഞങ്ങൾ വടക്കഞ്ചേരി സെന്ററിന്റെ ബന്ധത്തിൽ ഞങ്ങൾ ഒരു കൊച്ചു ഗ്രാമത്തിൽ ദൈവം ഞങ്ങളെ കൊണ്ടുവിട്ടു. ഞങ്ങൾ ഓർക്കുന്നുണ്ട്, ഞങ്ങളൊരു ഓട്ടോറിക്ഷയ്ക്കകത്ത് ചാക്കിനകത്ത് ഗ്യാസും ഒക്കെ ആയിട്ട് ഞങ്ങൾ ആ ഗ്രാമത്തിൽ ചെന്നിറങ്ങുമ്പോൾ ഞങ്ങൾ കൊച്ചു വീടിനകത്ത് ആക്കുന്നത്. ഞങ്ങള് 1-2 ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ഞങ്ങൾ സുവിശേഷ വേലയ്ക്കുമായിട്ട് ഞങ്ങൾ ആ ഗ്രാമങ്ങളിലേക്ക് നീങ്ങിയപ്പോൾ എല്ലാവരും അച്ചായിമാരാണ്. എല്ലാവരും റബ്ബർ തോട്ടത്തിൽ, ഒറ്റയാളും ആ വീട്ടിലില്ല. അപ്പൊ ഞാൻ കർത്താവ് ചോദിച്ചു, കർത്താവ് ഞങ്ങൾ എങ്ങനെ ഇവിടെ നിൽക്കും, എങ്ങനെ മുൻപോട്ട് പോകും? എല്ലാ ആളുകളും അത് പഴയ സ്ഥലത്താണ്, ഒറ്റയാളും വീട്ടിലില്ലല്ലോ. എന്നാലും കർത്താവിനോട് പറഞ്ഞൊരു കാര്യം, നീ ഇവിടെ നിൽക്ക്, ഞാൻ അത്ഭുതങ്ങളെ ചെയ്യും. ഞങ്ങള് പ്രാർത്ഥനയോടുകൂടെ 6 മാസം കഴിഞ്ഞു. ഒറ്റയാളും അവിടെ വരുന്നില്ല, ആരാധനയ്ക്കായിട്ട് വരുന്നില്ല. ഞങ്ങൾ മടുത്തു. കർത്താവൻ പിന്നെയും ഉപസിക്കും. പിന്നെ ഞങ്ങൾ പ്രാർത്ഥിക്കും, കർത്താവ് ഞങ്ങൾ ഇവിടെ നിൽക്കണോ, ഞങ്ങൾ പോകണോ? പിന്നെയും ദൈവ ശബ്ദം പറഞ്ഞു, നിങ്ങൾ ഇവിടെ നിൽക്ക്, ഇനി ഞാൻ അത്ഭുതങ്ങളെ ചെയ്യും. ഒരു 7-8 മാസമായപ്പോൾ ഒരു ചേച്ചിയും ഒരു കുഞ്ഞും അവിടെ ആരാധനയ്ക്കായിട്ട് വന്നു. ഞങ്ങൾക്ക് സന്തോഷം തോന്നി. ചില മാസങ്ങൾ കഴിഞ്ഞപ്പോൾ അവർ സ്നാനപ്പെട്ടു. പിന്നെയും ഞങ്ങൾ മടുത്തു, കർത്താവ് എന്ത് ചെയ്യും? അപ്പോഴാണ് കർത്താവ് ചില കുടുംബങ്ങളെ ഞങ്ങൾക്കായിട്ട് കർത്താവ് നൽകുന്നത്. ഹല്ലേലൂയ. ഒരു 4 വർഷത്തോളം ഞങ്ങൾ ആ ഗ്രാമത്തിൽ നിന്നപ്പോൾ വലിയ ദൈവപ്രവർത്തികൾ ഞങ്ങൾ കണ്ടിട്ടുണ്ട്. ഞങ്ങൾ ഓർക്കണ്ട്, ഞങ്ങള് ബൈക്കിൽ പെട്രോള് പോലും അടിക്കാൻ നിവൃത്തിയില്ലാത്ത നിമിഷങ്ങൾ. ഞങ്ങൾ ആ ഗ്രാമത്തിൽ നിന്ന് ടൗണിലേക്ക് വരണം സാധനങ്ങളൊക്കെ മേടിക്കാനായിട്ട്. പല സന്ദർഭങ്ങളിലും ഞാൻ നടക്കുമ്പോൾ ആളുകൾ ചോദിക്കും, എന്താ ഫാസ്റ്റ് നടക്കുന്നത്? അല്ല, ഞാൻ നടക്കാൻ ഇറങ്ങിയതാണ് എന്ന് പറഞ്ഞ് ഞാൻ ആ വടക്കഞ്ചേരി വന്നിട്ട് സാധനങ്ങൾ തിരിച്ചു പോയ ആ മണിക്കൂറുകൾ. പല സന്ദർഭങ്ങളിലും ആഹാരത്തിന് പോലും നിവൃത്തിയില്ലാത്ത സമയങ്ങളിൽ പോലും കർത്താവ് അവിടെയുള്ള ആളുകളെ കൊണ്ട് കർത്താവ് അത്ഭുതങ്ങൾ ചെയ്ത ആ നിമിഷങ്ങൾക്കായി ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുകയാണ്. പ്രിയരെ, എല്ലാവരും പറഞ്ഞു പട്ടയംപാടത്തൊന്നും നടക്കത്തില്ല. ആ പട്ടയംപാടത്ത് പല ആളുകളും വന്നിട്ട് ഇട്ടേച്ചു പോയതാണ് എന്നൊക്കെ പറയുമ്പോഴും ഞങ്ങള് ദൈവശബ്ദം ഞങ്ങൾ അവിടെ നിർത്തി എന്നുള്ളതാണ്. ഹല്ലേലൂയ. പല നെഗറ്റീവ് വാക്കുകൾ, പലതും നെഗറ്റീവ് ഞങ്ങളുടെ ചെവിയിൽ എത്തുമ്പോഴും ഞങ്ങൾ ഇരിക്കുമ്പോൾ കർത്താവിന്റെ ശബ്ദം ഇതാണ്, ഞാൻ അത്ഭുതങ്ങളുടെ ദൈവമാണ്, ഞാൻ ഇന്നും അത്ഭുതങ്ങൾ ചെയ്യുന്നവനാണ്, നീ ഭയം കൂടാതെ ഇവിടെ നിൽക്കുക. അപ്പോൾ ദൈവശബ്ദത്തിന് വേണ്ടി അവിടെ നിന്നതുകൊണ്ട് പ്രിയരെ, അവിടെ ചെന്നപ്പോൾ അവിടുത്തെ
ഒരു അച്ചായൻ പറഞ്ഞു, ഇല്ല, ഇവിടെ നിങ്ങൾ നിൽക്കാൻ പറ്റത്തില്ല, നിങ്ങൾക്ക് മറ്റൊരു വഴി ഉണ്ടാകത്തില്ല എന്നൊക്കെ അവിടുന്ന് പറഞ്ഞു വിടാൻ ശ്രമിച്ച ആളെ കൊണ്ട് തന്നെ ഞങ്ങൾക്ക് അവിടെ ചർച്ചിന് വേണ്ടി 8 സെന്റ് സ്ഥലം ദൈവം ഞങ്ങൾക്ക് വേണ്ടി തന്നു. ഹല്ലേലൂയ. ആ ആ സ്ഥലത്താണ് മനോഹരമായ ഹോള് അവിടെ ഉള്ളത്. ആ നിമിഷങ്ങൾ എന്ന് പറഞ്ഞത് അവിടെ നാട്ടിലെ ആളുകൾ മുഴുവനും ഞങ്ങൾക്ക് ഇല്ല, അവിടെ ഒരു അഭിവൃദ്ധി ഉണ്ടാകത്തില്ല എന്നൊക്കെ പറയുമ്പോഴും ദൈവ ശബ്ദമാണ് അവിടെ നിർത്തിയത്. ഹല്ലേലൂയ. ആ മണിക്കൂറുകൾക്ക് ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുന്നു. നിങ്ങൾ ഓർക്കേണ്ട ആ ആ നിമിഷങ്ങളിൽ ഞങ്ങളുടെ ലൈഫിനകത്ത് പലതും ഒരു വഴിത്തിരിവായിട്ടുണ്ട്. വഴിത്തിരിവ് ആ മേഖലക്കകത്ത് ഞങ്ങള് കണ്ടിന്യൂ ആയിട്ട് 21 ഇരിക്കും. ഞങ്ങൾ ആഹാരം കഴിച്ച നിമിഷങ്ങൾ കുറവാ. 21/7/3 ഞങ്ങൾ കണ്ടിന്യൂ ആയിട്ട് പ്രയറിനകത്ത് ഞങ്ങൾ ഇന്നും സംസാരിക്കാറുണ്ട്. ആ മണിക്കൂറുകൾ, ആ ദിവസങ്ങളൊക്കെ എന്ന് പറഞ്ഞത് ദൈവം എന്റെ സാന്നിധ്യം ഇറങ്ങിയ നിമിഷങ്ങൾ. 4 വർഷം പ്രാർത്ഥന തന്നെയായിരുന്നു. പ്രാർത്ഥന അതിന്റെ ആ ദേശത്ത് ഞങ്ങൾ കണ്ടു, ദൈവപ്രവൃത്തികളെ ഞങ്ങൾ കണ്ടു. ഹല്ലേലൂയ. അപ്പൊ ഞങ്ങള് ആ സ്ഥലത്തിന്റെ മാറ്റമായി ഞങ്ങൾ തൃശ്ശൂരിലേക്ക് കടന്നു വന്നു. തൃശ്ശൂരിലേക്ക് കടന്നു വന്ന് ഞങ്ങൾ പുതിയൊരു പ്രവർത്തനമായി എടുത്തത്. ആളുകൾ പറഞ്ഞു, ഇല്ല, ഒന്നും നടക്കത്തില്ല എന്നൊക്കെ പറയുമ്പോഴും ഞങ്ങൾ ഒരു ഹോൾ എടുത്ത് വിശ്വാസത്തോടുകൂടെ ഞങ്ങളുടെ കയ്യിൽ ഒരു ആൻസിയുടെ വീട്ടിൽ നിന്ന് കുറച്ച് പൈസ ലഭിച്ചപ്പോൾ ആ പൈസ മുഴുവനും ഞാൻ ദൈവരാജ്യത്തിന് വേണ്ടി ചെലവാക്കി. പ്രിയരെ, ആളുകൾ പറഞ്ഞു, 2 പെൺകുഞ്ഞുങ്ങളാണ്, മണ്ടത്തരമാണ് കാണിക്കുന്നത്, എന്താ ചെയ്യുന്നത് എന്നൊക്കെ പറയുമ്പോഴും ഞാൻ വിശ്വാസത്തോടുകൂടെ ഞാൻ ഹോൾ എടുക്കും. ഹോൾ എടുത്തിട്ട് പറയും, കർത്താവേ നീ ചെയ്യണമേ. ഒല്ലൂർ ഹോൾ എടുക്കും, ടൗൺ ഹാൾ എടുക്കും, തൃശ്ശൂർ എടുക്കും, മീറ്റിംഗ് നടത്തി ഞാനിങ്ങനെ ആ പൈസ മുഴുവനും ദൈവരാജ്യത്തിന് വേണ്ടി ചെലവാക്കി. അല്ലേ ആളുകളും പറഞ്ഞു, നീ എന്താ കാണിക്കുന്നത്? പക്ഷെ എനിക്കൊരു കാര്യം ഉറപ്പുണ്ട് പ്രിയരെ, ദൈവരാജ്യമാണ്. നമ്മുടെ അകത്ത് ദൈവരാജ്യമാണെങ്കിൽ നമ്മുടെ മുമ്പിൽ വേറെ ഒന്നും വിഷയമല്ല. നമ്മൾ കർത്താവിന് വേണ്ടി നിന്നിരിക്കും, അത് ഉറപ്പുള്ള കാര്യമാണ്. നമ്മുടെ മുമ്പിൽ പണമോ പ്രസക്തിയോ വേറൊന്നും നമ്മൾ നോക്കരുത്. ദൈവരാജ്യമാണ് നമ്മുടെ അകത്താണെങ്കിൽ നമ്മൾ കർത്താവിന് വേണ്ടി നിന്നാൽ കർത്താവ് അത്ഭുതങ്ങൾ ചെയ്തിരിക്കും. ഹല്ലേലൂയ. ഞാൻ ഓർക്കുന്നുണ്ട്, പട്ടണത്തിനകത്ത് പലപ്പോഴുമായിട്ട് കൺവെൻഷനുകളൊക്കെ നടക്കുമ്പോൾ ഞാൻ സൈക്കിൾ ചവിട്ടിയിട്ടാണ് പട്ടണങ്ങളിലേക്ക് സുവിശേഷത്തിന് വേണ്ടി അഥവാ ഈ കൺവെൻഷനൊക്കെ വേണ്ടി പോകുക. എല്ലാവരും നല്ല വെൽ ഡ്രസ്സോടുകൂടെ വന്നിരിക്കുമ്പോൾ ഞാൻ സൈക്കിൾ ചവിട്ടി വയർത്ത് കുളിച്ചിട്ടാണ് ആ കൺവെൻഷന് പോവുക. ഞാൻ കർത്താവ് പറഞ്ഞ, കർത്താവ് എനിക്ക് ഒരു വാഹനം എനിക്ക് തരണമേ, കർത്താവ് എനിക്കൊരു വാഹനം തരണമേ. അപ്പോ ഹല്ലേലൂയ, ഒരാൾ പറഞ്ഞു, ഞാൻ ലോട്ടറി അടിച്ചു കഴിഞ്ഞാൽ ഞാൻ വാഹനം മേടിച്ചു തരാമെന്ന് പറഞ്ഞു. അപ്പോ അടുത്ത നിമിഷങ്ങളിൽ എന്നെ വിളിച്ചൊരു കാര്യം പറഞ്ഞു, ലോട്ടറി അടിച്ചു, നമുക്ക് വണ്ടി മേടിക്കാം. ഹല്ലേലൂയ. ഞാൻ വിശ്വസിക്കുന്നു അത് എനിക്ക് വേണ്ടി കർത്താവ് ചെയ്യുന്ന. ഹല്ലേലൂയ. ഞാൻ വേർത്ത് കുളിച്ച് അവിടെ ചെന്നിരിക്കുമ്പോൾ സൈക്കിൾ ചവിട്ടി പട്ടണത്തിലേക്ക് നീങ്ങുമ്പോൾ എന്റെ കർത്താവ് എന്നോട് കരുണ കാണിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നേ. ഹല്ലേലൂയ. പ്രിയരെ, ഞാൻ ഓർക്കണ്ട്, കർത്താവിന് വേണ്ടി നിന്നപ്പോൾ എനിക്ക് ഒരു നല്ലൊരു വീട്, ഞാൻ പുറമ്പോക്കിലാണ് താമസിച്ചുകൊണ്ടിരുന്നത്. ഒരു പടവരാട് ഒരു കനാലിന്റെ പുറത്താണ് ഞാനും എന്റെ അമ്മയും. കല്യാണം കഴിച്ചു വരുമ്പോൾ ഞങ്ങള് താമസിച്ച വീടാണ്. ഒരു ഒറ്റ റൂമേ ഉള്ളൂ. ഞങ്ങൾ കർട്ടൻ ഇട്ടിട്ട് ആണ് താമസിച്ചത്. എന്നാലും ദൈവത്തെ മുറുകെ പിടിച്ചു. കർത്താവ് പറഞ്ഞു, കർത്താവെ എന്റെ സാഹചര്യങ്ങൾ മാറി, എനിക്ക് കുഞ്ഞുണ്ടായി, എനിക്കൊരു വീട് വേണമെന്ന് കർത്താവിനോട് പറഞ്ഞു. പ്രിയരെ, ഹല്ലേലൂയ. പ്രിയരെ, കർത്താവിന്റെ കരുണയാല്, കർത്താവിന്റെ സ്നേഹത്താല്, കർത്താവ് തന്ന ദൈവകൃപകൾക്കായി ഞാൻ കർത്താവിന് നന്ദി പറയുന്നു. ഇപ്പോൾ അത്യാവശ്യം താമസിക്കാൻ കർത്താവ് ചെയ്ത കൃപകൾക്കായി. ഞാൻ പറഞ്ഞു വന്നത്, കർത്താവിന് വേണ്ടി നിന്നാൽ കർത്താവ് അത്ഭുതങ്ങൾ ചെയ്യുമെന്നാണ് ഞാൻ പറഞ്ഞു വന്നത്. ഹല്ലേലൂയ. പ്രിയരെ, കർത്താവിന്റെ സന്നിധി വിശ്വസ്തയോടെ നിന്നാ മതി, കാര്യങ്ങളെല്ലാം കർത്താവ് ചെയ്യും. ഹല്ലേലൂയ. പ്രിയരെ, ഈ പട്ടണത്തിനകത്ത് ഞാൻ കർത്താവിന് വേലയുമായിട്ട് നിൽക്കുമ്പോൾ കർത്താവ് നടത്തിയ വഴികൾക്കായി ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ആ പ്രാരംഭ നിമിഷങ്ങളൊക്കെ എന്ന് പറയുന്നത് വാടക പോലും കൊടുക്കാൻ പൈസ ഇല്ലാതെ
ഞാനോ എന്ത് ചെയ്യുമെന്ന് ചിന്തിച്ചു പോയി. പക്ഷെ വാടക്കാർ വീട്ടിൽ നിന്ന് ഇറക്കി വിടുന്ന സന്ദർഭങ്ങൾ പോലും ലൈഫിന്റെ അകത്ത് ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അവിടെയെല്ലാം കർത്താവ് നടത്തിയ വഴികൾക്കാണ് ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. പലപ്പോഴും വന്ന് പറഞ്ഞിട്ടുണ്ട്, ഇങ്ങനെ പോയാൽ പറ്റത്തില്ല, ഞങ്ങൾക്ക് വാടക വേണം എന്നൊക്കെ പറയുമ്പോഴും തകർന്ന മനസ്സോടുകൂടെയാണ് നിൽക്കുമ്പോഴും ദൈവം അവിടെയെല്ലാം കർത്താവ് ഇറങ്ങി വന്നിട്ട് കർത്താവ് അത്ഭുതം ചെയ്തിട്ടുണ്ട്. ഹല്ലേലൂയ. പ്രിയരെ, ഒരു കാര്യം പറയാം, ദൈവത്തിന്റെ ഹൃദയത്തിൽ നാം ഇടം പിടിച്ചു കഴിഞ്ഞാൽ കർത്താവ് നമ്മുടെ കൂടെ നിൽക്കും. ഹല്ലേലൂയ. ഒരു സ്ഥലത്തും നമ്മൾ വാടിപ്പോകാൻ, ക്ഷീണിച്ചു പോകാൻ ഒരിക്കലും ദൈവം അനുവദിക്കത്തില്ല എന്നുള്ളത് എനിക്ക് മനസ്സിലായി. ഹല്ലേലൂയ. ഇങ്ങനെ ഞങ്ങള് സന്തോഷത്തോടെ മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. ഇപ്പോൾ കർത്താവ് ചെയ്ത നന്മകളെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. ഇനി കർത്താവിന് വേണ്ടി ഞങ്ങള് കുടുംബമായിട്ട് ഈ പട്ടണത്തിൽ ഞങ്ങൾ നിൽക്കുന്നു. ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് തൃശ്ശൂർ പട്ടണത്തിനകത്ത്, ഞങ്ങൾ താമസിക്കുന്ന പടവരാട് എന്ന സ്ഥലത്താണ്. ഇപ്പൊ ചർച്ച ഉള്ളത് തൃശ്ശൂർ ടൗണിന്റെ അകത്ത് മിഷൻ ക്വാർട്ടേഴ്സിലാണ് ചർച്ച ഉള്ളത്. ഞങ്ങൾ ഏകദേശം കുറച്ചു പേര് അവിടെ കൂടി വരുന്നു. എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ അത്ഭുതങ്ങളും ഞങ്ങൾ ഇന്നും കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. ഞങ്ങളുടെ കുഞ്ഞിന്റെ കാര്യമാണെങ്കിലും വിദ്യാഭ്യാസത്തിന്റെ കാര്യങ്ങളൊക്കെ ആണെങ്കിലും ഞങ്ങളുടെ മുമ്പിൽ ഒരിക്കലും അങ്ങനെ ഒരു ഭീമമായ ഒരു തുക ഒന്നും കണ്ടെത്തുവാൻ കഴിയത്തില്ലായിരുന്നു. പക്ഷേ ദൈവത്തിന്റെ കരുണ, കർത്താവിന്റെ സ്നേഹത്താൽ ഞങ്ങൾ നയിക്കപ്പെടും. ഞങ്ങൾ എന്നും ഓർക്കേണ്ട പ്രിയരെ, ഞങ്ങൾ എന്നും വിശ്വാസത്തിൽ ജീവിക്കുന്ന ആളുകളെ, വിശ്വാസത്തിൽ ജീവിക്കുന്ന. ഞാൻ എന്റെ കുഞ്ഞിനോട് പറഞ്ഞിട്ടുണ്ട്, ഒരു പേന വേണമെങ്കിൽ നീ നിന്റെ അപ്പനോടല്ല ചോദിക്കേണ്ടത്, നിന്റെ ദൈവത്തോടാണ് നീ ചോദിക്കേണ്ടത്. ഹല്ലേലൂയ. കുഞ്ഞുങ്ങളും വിശ്വാസത്തിനകത്ത് ജീവിക്കാൻ അവരും പഠിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. ഹല്ലേലൂയ. പല സന്ദർഭങ്ങളിലും പല പ്രതിസന്ധികളും മുൻപിൽ വരുമ്പോഴും ഞങ്ങള് മണിക്കൂർ കണക്കിന് ദൈവത്തോട് പ്രാർത്ഥിക്കും. കർത്താവേ, ഇതാണ് ഞങ്ങളുടെ സാഹചര്യം എന്ന് പറയുമ്പോൾ അടുത്ത നിമിഷം തന്നെ കർത്താവിന്റെ അത്ഭുതങ്ങൾ കർത്താവ് ചെയ്യാൻ ഇന്ന് ഞങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. പ്രിയരെ, ഞങ്ങള് ഈ പൊള്ളാച്ചിയിലാണ് ഞാൻ ജനിച്ചതെങ്കിലും അവിടെ ഞങ്ങൾക്ക് ചില വർക്കുകൾ തുടങ്ങണമെന്നും അവിടെ പ്രവർത്തിക്കണമെന്നൊക്കെ ഞങ്ങൾ ആഗ്രഹത്തോടെ നിൽക്കുകയാണ്. അപ്പൊ ഞങ്ങൾക്ക് അവിടെ നിന്ന് പോകണമെങ്കിൽ കർത്താവ് ഞങ്ങളെ അയച്ചിട്ട് ഞങ്ങൾ ഇങ്ങനെ ഇന്ന് വൈകിട്ടും കടന്നു പോകും. അപ്പോൾ അവിടെ ചെല്ലുമ്പോൾ ഞാൻ കാണുന്ന കാഴ്ച എന്ന് പറഞ്ഞത് ദൈവം അവിടെ ഇറങ്ങി നിൽക്കുന്ന ഒരു കാഴ്ച ഞാൻ കാണുന്നത്. പല ഗ്രാമങ്ങളിലും കടന്നു പോകുമ്പോൾ ഞാൻ കാണുന്ന കാഴ്ച എന്ന് പറയുന്നത് നശിച്ചു, യേശുവിനെ അറിയാത്ത അനേക ഗ്രാമങ്ങൾ ഇനിയും തമിഴ്നാട്ടിലുണ്ട്. എന്റെ പിതാവും ഞാനും കൂടി ഒരു ഒമിനിയുണ്ട്. ഒമിനകൾ ഞങ്ങള് ട്രാക്റ്റും ബൈബിളുമായിട്ട് ഞങ്ങൾ തമിഴ്നാട്ടിലേക്ക് കടന്നു പോകും. എനിക്കൊന്നു ഒരു 4-5-6 മാസം മുമ്പേ നടന്ന ഒരു കാര്യം ഞാൻ പറയാം. ഞങ്ങൾ ഒരു ഗ്രാമത്തിൽ ചെന്ന് എല്ലാ സ്ഥലത്തും ട്രാക്ട് കൊടുത്ത് ബൈബിള് കൊടുത്ത് ഞങ്ങൾ തിരിച്ചു വരുമ്പോൾ കുറച്ച് RSSകാർ ഞങ്ങളെ വളഞ്ഞു. ഞങ്ങൾ പറഞ്ഞു, ഞങ്ങള് ഈ മരുന്നിനെതിരെയും പുകവലിക്കെതിരൊക്കെയാണ് ഞങ്ങൾ പ്രസംഗിക്കുന്നത്. അത് പറഞ്ഞ് നിങ്ങൾ കൊടുക്കുന്ന ബൈബിള് എന്താണ് എന്ന് ചോദിച്ചിട്ട് ആ കൊടുത്ത ബൈബിള് മുഴുവനും തിരിച്ചു മേടിച്ച് ഞങ്ങളുടെ മുമ്പിൽ അത് കത്തിച്ചു കളഞ്ഞു. അപ്പോ ഒരുത്തൻ ഞങ്ങളുടെ ഓമിനിയെ കത്തിക്കാൻ വേണ്ടി മണ്ണെണ്ണയുമായിട്ട് കടന്നു വന്നു. ഒരുത്തൻ ഞങ്ങളുടെ ചില്ലെല്ലാം പൊട്ടിച്ചു. ഞങ്ങൾ ഞങ്ങളുടെ കൂടെ വന്ന ആളുകൾക്ക് ശരിക്ക് മർദ്ദനമേറ്റു. പ്രായമുള്ള ആള് ഇടിച്ചു, മുഖത്തിടിച്ചു, എന്റെ പിതാവിനെ ഇടിച്ചു. അപ്പൊ ഞങ്ങള് മിണ്ടാതിരിക്കുകയാണ്. അപ്പൊ പറഞ്ഞു, അവിടെയുള്ള ആളുകളെല്ലാം പറഞ്ഞു ഇതൊക്കെ കേസാക്കാന്ന് പറഞ്ഞ് അവിടെ സ്റ്റേഷനിൽ കടന്നു ചെന്നപ്പോൾ അവിടെ ഒരു CSAയിലെ ഒരു SI ആണ് ഇരിക്കുന്നത്. നിങ്ങളോട് ചോദിച്ചു, ഇത് കേസാക്കാൻ വേണ്ടി പോവുകയാണ്, നിങ്ങൾ എന്താ പറയുന്നത്? പറഞ്ഞു, ഞങ്ങൾ ഒന്നും പറഞ്ഞിട്ടില്ല, ഇങ്ങനെയാണ് യേശു വിടിവിക്കുന്നവനെ മാത്രം പറഞ്ഞിട്ടുള്ളൂ, നിങ്ങൾ കൊടുത്ത ബൈബിൾ ഉണ്ടല്ലോ, തെളിവായിട്ടുണ്ടല്ലോ. അപ്പൊ അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ ഈ രാത്രി തന്നെ ഈ വണ്ടിയുമായിട്ട് പൊക്കും. ഞങ്ങള് അവിടെ നിന്ന് ഞങ്ങൾ ഓടി രക്ഷപ്പെടുകയായിരുന്നു. ആ ചില്ലില്ലാതെ ആ വണ്ടിയുമായിട്ട് ഞങ്ങൾ ഉടമലപ്പേട്ട വന്നാണ് നിന്നത്. ഞങ്ങൾക്ക് അന്ന് ഞങ്ങളുടെ തൃശ്ശൂരിലേക്ക് വരാൻ കഴിഞ്ഞില്ല. അപ്പൊ അങ്ങനെ ആ പ്രതിസന്ധിയിൽ നിൽക്കുമ്പോഴും പിന്നത്തേത് ഞങ്ങൾ അറിഞ്ഞത് ആ ഗ്രാമത്തിനകത്ത് വലിയ ദൈവപ്രവർത്തികൾ നടക്കാൻ തുടങ്ങി കഴിഞ്ഞു എന്നുള്ളതാണ്. ഹല്ലേലൂയ. ഞങ്ങൾ വിശ്വസിക്കുന്നു പ്രിയരെ. ഒരു പ്രതിസന്ധി അവിടെ വെളിപ്പെട്ടാൽ അവിടെ ദൈവപ്രവർത്തി ഉണ്ടെന്നുള്ളത്. ഹല്ലേലൂയ. കുറച്ച് നാളുകൾക്ക് മുമ്പ്
എന്റെ പിതാവ് ഞങ്ങളും കൂടി പാലക്കാട് ജില്ലയിൽ അഗ്രകാരം എന്നൊരു ഗ്രാമമുണ്ട്, ബ്രാഹ്മിൺസിന്റെ കേന്ദ്രമാണ്. അപ്പോ ഞങ്ങൾ അവിടെ സുവിശേഷവുമായിട്ട് ഞങ്ങൾ കടന്നുപോയി. ഞങ്ങൾ ഇവിടുന്ന് പോകുമ്പോൾ ഗ്രാമങ്ങൾ അന്വേഷിച്ചാണ് ഞങ്ങൾ പോകുന്നത്. അപ്പൊ ഞങ്ങൾ ആരോ പറഞ്ഞു പാലക്കാട് ജില്ലയിൽ ഗ്രാമമുണ്ട്, അവിടെ ഇങ്ങനെയുള്ള ഗ്രാമങ്ങളാണെന്ന് ഞങ്ങൾക്ക് അറിയത്തില്ല. ഞങ്ങൾ എല്ലാ വീടുകളിലും ചെന്ന് ബൈബിൾ ട്രാക്ട് ഒക്കെ കൊടുത്തിട്ട് ഞങ്ങൾ തിരിച്ചു വന്നപ്പോൾ ഇതുപോലെ ഞങ്ങൾ കുറച്ച് പിള്ളേര് ഞങ്ങൾ വളഞ്ഞു. വളഞ്ഞപ്പോ ഞങ്ങള് പറഞ്ഞു ഞങ്ങൾ ഇങ്ങനെ സുവിശേഷകരാണ് എന്ന് പറഞ്ഞു. ഓ, നിങ്ങൾ ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ മാരകമായിട്ട് മർദ്ദിച്ച് ഞങ്ങള് പാലക്കാട് സ്റ്റേഷനിൽ ചെന്ന് ഞങ്ങള് കേസാക്കി ഞങ്ങള് ഒരു 3-4 ദിവസം അതിനകത്ത് കിടന്നു. അപ്പൊ ഞാൻ എന്റെ പിതാവിനോട് ചോദിച്ചൊരു കാര്യമുണ്ട്, ഇതോടുകൂടി നമുക്ക് സുവിശേഷ വേല നിർത്തുകയല്ലേ എന്ന് ചോദിച്ചപ്പോൾ എന്റെ അപ്പൻ പറഞ്ഞൊരു കാര്യം എന്ന് പറയുന്നത്, നിർത്തിയിട്ടില്ല, ഒരു 5000 ട്രാക്റ്റും കൂടി അടിക്കാൻ കൊടുത്തിട്ടേ ഉള്ളൂ, അടുത്ത നമുക്ക് മറ്റൊരു ഗ്രാമത്തിൽ കടന്നു പോകാമെന്ന്. ഒരു സമയത്ത് എന്നെ ദൈവത്തെ അറിഞ്ഞിമത്തം മാരകമായിട്ട് മർദ്ദിച്ചതാണ്. പക്ഷെ ദൈവം ഒരുത്തനെ പിടിച്ചു കഴിഞ്ഞാൽ, ഒരാളെ പിടിച്ചു കഴിഞ്ഞാൽ അത്രത്തോളം വ്യതിയാനമുണ്ട് എന്നാണ് ഞാൻ പറഞ്ഞു വന്നത് പ്രിയരെ. ഇപ്പോഴും ആമേ ഹല്ലേലൂയ, ഞങ്ങളുടെ കയ്യിൽ ഒരു 10 രൂപ കിട്ടിയാൽ ഞങ്ങള് ട്രാക്ട് അടിക്കും, ഞങ്ങള് ഉടനെ ഗ്രാമങ്ങളിലേക്ക് കടന്നു പോകും. അവിടെ എല്ലാം ദൈവപ്രവർത്തികൾ ഞങ്ങൾക്ക് കാണാൻ തുടങ്ങി എന്നുള്ളതാണ്. ഹല്ലേലൂയ പ്രിയരെ, ഞങ്ങളുടെ ആഗ്രഹം, ഞങ്ങളുടെ ചിന്ത എന്നൊക്കെ പറയുന്നത് ദൈവരാജ്യം. അത് ദൈവരാജ്യത്തിനകത്ത് നിൽക്കുന്നത് കൊണ്ട് എന്ത് പ്രതിസന്ധി വന്നാലും, ഞങ്ങള് മാരകമായിട്ട് മർദ്ദിച്ചാലും ഞങ്ങൾ വിശ്വസിക്കുന്നു ആമേ, ദൈവം ഞങ്ങൾ പല ഗ്രാമങ്ങളിൽ കടന്നു പോകുമ്പോൾ പലതും ഞങ്ങളുടെ കണ്ണിന് മുമ്പ് ദൈവപ്രവർത്തികൾ കണ്ണുകൊണ്ട് ഞങ്ങൾ കാണുകയാണ്. ഹല്ലേലൂയ. കഴിഞ്ഞ ദിവസങ്ങളിൽ ഞങ്ങള് ഒരു ഗ്രാമങ്ങളിൽ കടന്നു പോയപ്പോൾ അവിടെ അവർക്ക് പലപ്പോഴും ആ ഗ്രാമം അവരെ സാമ്പത്തികമായിട്ടോ ഒരു നിലവാരത്തിനൊക്കെ ഉയരാൻ പറ്റാത്തൊരു ഗ്രാമം, ക്ഷാമം പിടിച്ചൊരു ഗ്രാമം പോലെ. ഞങ്ങൾ അവിടെ ചെന്ന് യേശുവിനെ പറയാൻ തുടങ്ങിയപ്പോൾ, അവരെ യേശുവിനെ മനസ്സോടെ അംഗീകരിക്കുവാൻ തുടങ്ങിയപ്പോൾ തന്നെ ഞങ്ങൾക്കൊരു കാര്യം മനസ്സിലായത്, അവരെ ദൈവം ഇറങ്ങിക്കഴിഞ്ഞു എന്നുള്ളതാണ്. അടുത്ത പ്രാവശ്യം ചെന്നപ്പോൾ അവിടെ മുഖത്ത് ഒരു വെളിച്ചം പ്രകാശിക്കുന്ന പോലെ, അവിടെ എല്ലാ നിലവാരത്തിനകത്തും അവർക്ക് ആ ഗ്രാമത്തിൽ പലതും ഇല്ലായിരുന്നു. യേശുവിനെ പറ്റി അവരെ എത്തിച്ചപ്പോൾ പലതും അവിടെ ലൈഫിനകത്ത് അത്ഭുതങ്ങൾ സംഭവിക്കാൻ തുടങ്ങി. ഇന്നും പ്രിയരെ, കർത്താവ് ഒരുത്തനെ സ്നേഹിക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ ആരെയാണ് ദൈവം ഉപയോഗിക്കണമെന്ന് അറിയത്തില്ല. ഇന്ന് പകലും കർത്താവ് വലിയ കാര്യങ്ങളെ കർത്താവ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. നോർക്കണ്ട്, എന്റെ പിതാവിന് പിടിച്ച സന്ദർഭങ്ങൾ, എന്റെ പിതാവ് ഇങ്ങനെ ക്രിസ്ത്യാനിക ദൈവത്തെ കൊള്ളത്തില്ല എന്നൊക്കെ പറഞ്ഞ് നിൽക്കുമ്പോഴാണ് ഞങ്ങൾ പ്രാർത്ഥനയിൽ തുടർന്നപ്പോൾ ഒരു ദിവസം എന്റെ പിതാവിന് ദൈവാത്മാവ് അഥവാ യേശു നേരിട്ട് സംസാരിക്കാൻ തുടങ്ങി. ഞങ്ങൾ നോക്കി നിൽക്കുമ്പോൾ തന്നെ അദ്ദേഹത്തിന്റെ ലൈഫിനകത്ത് മാറ്റങ്ങൾ സംഭവിക്കാൻ തുടങ്ങി. ഹല്ലേലൂയ. ഞാൻ വിശ്വസിക്കുന്നു പ്രിയരെ, ദൈവം ഒരു കുടുംബത്തെ സ്നേഹിച്ചാൽ, ഒരുത്തനോട് കരുണ കാണിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നിശ്ചയമായിട്ടും ആ കുടുംബത്തോടെ ദൈവം രക്ഷിക്കുമെന്നുള്ളതാണ് എനിക്ക് മനസ്സിലാക്കാൻ തുടങ്ങിയത്. ഞാൻ ഓർക്കേണ്ട, എന്നേക്കാൾ തീവ്രമാണ് ഇപ്പോൾ സുവിശേഷത്തിന് വേണ്ടി. പുള്ളിക്ക് 10 രൂപ കിട്ടിയാൽ 10 രൂപയും ദൈവരാജ്യത്തിന് വേണ്ടി മുടക്കുകയാണ്. ഹല്ലേലൂയ. 10 പേരെ കൂട്ടും, ഗ്രാമങ്ങളിലേക്ക് കടന്നു പോകും സുവിശേഷമായിട്ട്. എന്നേക്കാൾ ഈ പട്ടണത്തിനകത്ത് അറിയുന്നത് അദ്ദേഹത്തെയാണ്. ഒരുത്തന്റെ ലൈഫിനകത്ത് കർത്താവ് മാറ്റങ്ങൾ ചലിപ്പിച്ചാൽ അങ്ങനെ സംഭവിച്ചിരിക്കും. ഹല്ലേലൂയ. പ്രിയരെ, ഈ പകലും എന്റെ അനുഭവത്തിലൂടെ എനിക്ക് പറയാനുള്ള സാഹചര്യം എന്ന് പറഞ്ഞത്, ഒരുത്തിനോട് കർത്താവിന് കരുണ കാണിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അവന്റെ പ്രതിസന്ധികളോ വേദനകളോ ഭാരങ്ങളോ ഒന്നും കർത്താവിന് വിഷയമല്ല. നിങ്ങളെ ജയത്തോടെ നിങ്ങളെ നടത്താൻ ഇന്ന് പകലും ആ പരിശുദ്ധാത്മാവ് ശക്തനായ ദൈവമാണ്. ഹല്ലേലൂയ. ഇന്ന് പകലും ഞാൻ ഒരു വാക്ക് നിങ്ങൾക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കട്ടെ. ഹല്ലേലൂയ. സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. പിതാവേ, ഞങ്ങളുടെ സ്വർഗത്തിലെ നല്ല പിതാവേ, നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, ഹല്ലേലൂയ, അങ്ങയുടെ തിരുമുഖത്തേക്ക് നോക്കുകയാണ്. കർത്താവേ, ഹല്ലേലൂയ, ഈ എല്ലാ പ്രേക്ഷകർക്കായി സ്തോത്രം. എല്ലാവരും കർത്താവ് സഹായിക്കണമേ, എല്ലാവരും കർത്താവ് ബലപ്പെടുത്തണമേ. കർത്താവ് പ്രിയ അഭിഷക്തനായി സ്തോത്രം ചെയ്യുന്നു. കർത്താവ് സഹായിക്കണമേ. ഹല്ലേലൂയ. ഇതിന്റെ പ്രവർത്തനങ്ങൾ എല്ലാം കർത്താവ് അനുഗ്രഹിക്കണമേ. യേശുവിൻ നാമത്തിൽ തന്നെ പിതാവേ, ആമേൻ. ഇത്രത്തോളം എനിക്ക് സമയം അനുവദിച്ചു തന്ന പ്രിയ ദൈവദാസന് നന്ദിയും
സ്നേഹത്തെ അറിയിക്കുന്നു. കർത്താവ് എല്ലാവരെയും കർത്താവ് സഹായിക്കുമാറാകട്ടെ. താങ്ക് യു. കർത്താവിന്റെ ദാസൻ ശിവകുമാർ അവർ ഇത്രത്തോളം സമയം ദൈവസന്നിധിയിൽ സമയം വേർതിരിച്ച അരോമാറ്റിയുടെ പ്രേക്ഷകരോടൊപ്പം ദൈവം നടത്തിയ അത്ഭുതകരമായ വഴികളെക്കുറിച്ച് കർത്താവിന്റെ നാമമഹത്വത്തിന് വേണ്ടി സാക്ഷ്യം പങ്കുവയ്ക്കുവാൻ സമയം വേർതിരിച്ചത് ഓർത്ത് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവിന്റെ ദാസനോടും കുടുംബത്തോടും നന്ദി അറിയിക്കും. ദൈവം കർത്താവ് ധാരാളം അനുഗ്രഹിക്കുമാറാകട്ടെ. അതുപോലെ തന്നെ ഞങ്ങളെ കേട്ടുകൊണ്ടിരുന്ന മാന്യ ശ്രോതാക്കളോടും ഉള്ളതായി നന്ദി അറിയിക്കുന്നു. നിങ്ങൾക്ക് ഈ സാക്ഷ്യം അനുഗ്രഹമായി തീർന്നു. നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കും കൂട്ടു സൗകര്യങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കും. അവരും അനുഗ്രഹിക്കപ്പെട്ട ദൈവനാമത്തിലൂടെ മയപ്പെടുവാൻ ഇടയായിത്തീരും. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ്. അതുപോലെ നിങ്ങൾക്കൊരു പ്രാർത്ഥനാ വിഷയമുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ ഞങ്ങളെ അറിയിക്കൂ. അടുത്ത അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യമായി വീണ്ടും കാണുമ്പോഴേയും എല്ലാ പ്രിയപ്പെട്ടവർക്കും ഗുഡ് ബൈ. ഗോഡ് ബ്ലസ് യു ഓൾ. ഓർമ്മയുടെ മനോരഥത്തിൽ മായാത്ത ഓർമ്മയ്ക്കായി അരോമ മാട്രിമോണിയിൽ നിന്നും ജീവിത പങ്കാളിയെ കണ്ടെത്തൂ. നിങ്ങൾ ഒരു ക്രിസ്തീയ ജീവിത പങ്കാളിയെ അന്വേഷിക്കുകയാണോ? അതോ മക്കൾക്ക് അനുയോജ്യമായ ഒരു തക്ക തുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണോ? എങ്കിൽ അരോമ മാട്രിമോണി നിങ്ങൾക്ക് വേണ്ടിയാണ്. ഇന്നു തന്നെ സൗജന്യമായി രജിസ്റ്റർ ചെയ്യൂ. അരോമ മാട്രിമോണിയുടെ പ്രത്യേകതകൾ: രജിസ്ട്രേഷൻ തികച്ചും സൗജന്യം. ലോകത്തെവിടെയുമുള്ള അനുയോജ്യമായ ക്രിസ്തീയ ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കാം. വിവാഹം നടക്കുന്നതുവരെ സർവീസ് ലഭിക്കുന്നു. ഏറ്റവും ചെറിയ പാക്കേജുകളും തിരഞ്ഞെടുക്കാം. അരോമ മാട്രിമോണി നിങ്ങൾക്കായി ഒരുക്കുന്നു വിവാഹം പരമാനന്ദം. ഇമെയിൽ aroma matrimony2020@gmail.com